നമസ്കാരം. IPL 2025 താരലേലത്തിന്റെ ആവേശത്തിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം. കോടികൾ ഒഴുകുന്ന IPL-ൽ ഇതിനോടകം തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ഋഷഭ് പന്താണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. 27 കോടി രൂപയാണ് ഋഷഭ് പന്തിന് LSG അതായത് ലക്നോ സൂപ്പർ ജയൻസ് വിലയിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ചൂടേറിയ ചർച്ചകളും അതുപോലെ തന്നെ ലേലം വിളിയൊക്കെ നടക്കുമ്പോഴും എല്ലാവരും ഉറ്റുനോക്കുന്നത് ലേലം നിയന്ത്രിക്കുന്ന ഓപ്ഷണറായ ആ വനിതയാണ്. 2024 മിനി ലേലത്തിലും മല്ലിക തന്നെയായിരുന്നു ഓപ്ഷണർ. എന്നാൽ ഇത്തവണ ലേലം അല്പം വിപുലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ മല്ലികയുടെ ജോലിയും കൂടുകയാണ്. 2019 മുതൽ 2022 വരെ IPL ലേലം നിയന്ത്രിച്ചിരുന്നത് ഹ്യൂ എഡ്മിഡ്സ് ആയിരുന്നു. 2024 ആദ്യമായി മല്ലിക ഈ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ആദ്യത്തെ വനിതാ IPL ഓപ്ഷണർ എന്ന നേട്ടവും അവരെ തേടിയെത്തുകയായിരുന്നു. വനിതാ പ്രീമിയർ ലീഗ്, പ്രോ കബഡി ലീഗ് എന്നിവയുൾപ്പെടെ വിവിധ സ്പോർട്സ് ലീഗുകൾക്കായുള്ള ലേലത്തിൽ മല്ലിക പങ്കെടുത്തിട്ടുണ്ട്. മുംബൈയിലെ ഒരു ബിസിനസ് കുടുംബത്തിൽ നിന്നുള്ള മല്ലിക സാഗറിന് ചെറുപ്പം തൊട്ടേ ലേലത്തോടുള്ള അഭിനിവേശം ഉണ്ടായിരുന്നു. US-ലെ ഫിലാഡൽഫിയയിലുള്ള ബ്രയൻ മാവർ കോളേജിൽ കലാചരിത്രത്തിൽ ബിരുദം നേടിയിട്ടുണ്ട് ഇവർ. പിന്നീട് 2001-ൽ 26-ാം വയസ്സിൽ പ്രശസ്ത ലേല സ്ഥാപനമായ ക്രിസ്റ്റീസിൽ തൻ്റെ കരിയർ ആരംഭിക്കുകയായിരുന്നു. സ്പോർട്സ് ലേലത്തിലേക്ക് മാറുന്നതിന് മുൻപ് മല്ലിക സാഗർ കലാലേല ലോകത്തേക്കും ഒരു കൈ നോക്കിയിരുന്നു. 2021-ൽ പ്രോ കബഡി ലീഗിലൂടെയാണ് സ്പോർട്സ് ലേലത്തിലേക്കുള്ള ചുവടുമാറ്റം ഇവരുടേത്. അതുപോലെ തന്നെ IPL ചരിത്രത്തിലെ നാഴികക്കല്ലായ തീരുമാനമായിരുന്നു മല്ലിക സാഗറിന്റെ നിയമനം. പരമ്പരാഗതമായി പുരുഷ മേധാവിത്വമുള്ള മേഖലകളിൽ ഓപ്ഷണർ എന്ന നിലയിൽ കരിയർ തുടരാൻ സ്ത്രീകളെ പ്രചോദിപ്പിക്കുന്നതാണ് മല്ലികയുടെ ഈയൊരു നേട്ടം. ശാന്തമായ പെരുമാറ്റം, വിവേകം, ഉയർന്ന സമ്മർദ്ദ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള മിടുക്ക് എന്നിവയ്ക്ക് പേരുകേട്ട മല്ലിക സാഗർ തന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ IPL ലേലത്തിനായിരുന്നു ഒരുങ്ങിയിരുന്നത്. ലോകമെമ്പാടുമുള്ള 574 കളിക്കാരുടെ വിധി നിർണ്ണയിക്കുന്നത് ഇത്തവണത്തെ IPL ലേലത്തിലൂടെയാണ്. അത് ഇവരുടെ ശബ്ദത്തിലൂടെയാണ് ആരൊക്കെ ഏതൊക്കെ ടീമിലെത്തിയെന്ന് ലോകം അറിയുന്നത്. ഇത് 2ാം തവണയാണ് IPL ലേലം ഇന്ത്യക്ക് പുറത്ത് നടക്കുന്നത്. മുംബൈ ഇന്ത്യൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസ്, ലക്നോ സൂപ്പർ ജയൻസ്, രാജസ്ഥാൻ റോയൽസ്, ഡൽഹി ക്യാപിറ്റൽസ്, പഞ്ചാബ് കിങ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നീ ടീമുകളാണ് ലേലത്തിൽ പങ്കെടുക്കുന്നത്. എന്തായാലും ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മല്ലികയുടെ ശബ്ദമാണ്. അവരാണ് ആവേശകരമായ ലേലത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഈ ലേലം അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച വരാൻ പോകുന്നതും മല്ലികയുടെ പേരിൽ തന്നെയായിരിക്കും.